ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളോട് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജീവദാതാവും ജീവസംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങേ ദാസന് നൽകിയ ജീവൻ സ്വീകരിച്ച് അങ്ങയോടുള്ള വിശ്വസ്തയെ പ്രകടിപ്പിക്കുവാൻ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ദൗത്യം പൂർത്തിയാക്കി തിരുസന്നിധിയിലേക്ക് കേൾക്കുന്ന സഹോദരനെ സ്വർഗരാജ്യത്തിന് മഹത്വത്തിൽ പങ്കാളിയാക്കി സന്തോഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ അങ്ങയുടെ അനുഗ്രഹത്താക്കിയായ നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ മഹത്വപ്പെടുത്തിയ ആളെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. മാമോദീസായുടെ പാപക്കറകൾ കഴുകപ്പെട്ട വിശുദ്ധിയിൽ ആരംഭിക്കുന്ന ജീവിതം പരിശുദ്ധമായി നിലനിർത്തുവാൻ ഈ സഹോദരനെ നടത്തിയ പ്രയത്നങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തനിക്ക് ലഭിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും ഈ ദാസൻ നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലൗകികമായ പ്രലോഭനങ്ങളിൽ അങ്ങയോടുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നതിന് ഇയാളുകൾ നടത്തിയ പോരാട്ടങ്ങളെയും ഏറ്റെടുത്ത സഹനങ്ങളെയും ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അങ്ങ് സ്വന്തമായി ഏൽപ്പിച്ചുകൊടുത്തവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നടത്തിയ കഠിനാധ്വാനങ്ങളെയും ഏറ്റെടുത്ത പീഡകളെയും കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഗോതമ്പ് മണി മണ്ണിലണിയുന്നത് പോലെ തന്റെ ജീവനും ആരോഗ്യവും സമ്പത്തും കഴിവുകളും മറ്റുള്ളവർക്കായും ചെയ്യാതാകുവാനും അനേകരുടെ ആവശ്യങ്ങളിലും വിഷമസന്ധികളിലും ആശ്വാസം പകർന്ന് അവർക്ക് ശക്തി നൽകുവാനും ഈ ദാസനെ ഉപകരണമാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സഹോദരൻ ജീവിതകാലത്ത് സ്വീകരിച്ച പ്രകാശങ്ങളെയും സമർപ്പിച്ച പ്രാർത്ഥനകളെയും നിർവഹിച്ച ദാനധർമ്മങ്ങളെയും നിറവേറ്റിയ സത്പ്രവൃത്തികളെയും തകർന്ന ക്രൈസ്തവ സാക്ഷ്യങ്ങളെയും കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ നൽകിയ കൃപാവരങ്ങളോട് സഹകരിച്ച് പ്രമാണങ്ങൾ പാലിക്കുവാനും വിശേഷോപദേശങ്ങൾ അനുവർത്തിക്കുവാനും പ്രചോദനങ്ങൾ പ്രാവർത്തികമാക്കുവാനും അങ്ങയുടെ രാജ്യം പടുത്തുയർത്തുന്നതിൽ സഹകാരിയാക്കുവാനും ഈ ദാസന് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിലും നന്മയിലും പങ്കുചേർന്ന് ജീവിക്കുകയും അനേകരുടെ വിശുദ്ധീകരണത്തിന് കാരണമാവുകയും ചെയ്ത ഈ സഹോദരനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനേകരെ നന്മയിൽ വളർത്തുവാനും വിശദീകരിക്കുവാനും ഈ ജീവിതം പൂർണ്ണമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ മൗലിക ശരീരത്തിലെ അവയവങ്ങളായി ജീവിച്ച് ഇപ്പോൾ തിരുസന്നിധിയിലെത്തിയിരിക്കുന്ന ദാസനെ ദയാപൂർവ്വം സ്വീകരിക്കുകയും അനാഥികൾ സിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം അവകാശപ്പെടുവാൻ യോഗ്യത നൽകുകയും ചെയ്യണമേ. ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും കർത്താവിനെ ഭയപ്പെടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. വിശുദ്ധീകരിക്കുകയും നിർമ്മലമായി കാണിക്കുകയായി ഇയാളെ പൊതുസന്നിധിയിൽ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യതയാൽ ഈ സഹോദരനെ പിതാവിന്റെ ഭർത്തവാവ് തിരുത്തുവാൻ കഴിവുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സുന്ദര മലരുകളാ മധ്യനു ശാശ്വത ഭാഗ്യത്തിൻ നിത്യകിരീടമൊരുക്കുന്നു. ലക്ഷ്യം നേടാൻ സത്യത്തിൻ സാക്ഷ്യം ജീവിതമെന്നാളും വ്യാമോഹത്തിൻ നിഴലുകളിൽ വീടുമയങ്ങരുതൊരു നാളും വിശ്വാസത്തിൻ വീതികളിൽ ശാശ്വത ലക്ഷ്യം നേടിടുവാൻ സ്വാർത്ഥത വിട്ടു നിരന്തരമാ സ്വർഗപദത്തിൽ നീങ്ങുക നാം. ലോകസുഖങ്ങൾ നേടാതെ നാഗമനോഹര ഗീതം നാം തേടുന്നെങ്കിൽ സ്വർഗത്തിൽ നേടും ജീവിത സൗഭാഗ്യം. കായികമാമീ ലോകത്തിൻ മോഹപദങ്ങൾ നീക്കുക നാം നിർവൃതി സതതം നൽകിയിടും നിത്യമഹത്വം പുൽകിടുവാൻ. കൈവരുമല്ലോ സമ്മാനം ജീവിതമകുടം പോലന്ത്യം. നിസ്തുലമാകും സൗഭാഗ്യം നേടാനല്ലോ നരജന്മം. രാജാക്കന്മാർ 2:1-14 വരെ വായിച്ചു.
മരണമടുത്തെത്തിയപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ നിന്റെ മുന്നിൽ വിശ്വസ്തത വർദ്ധിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോകുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത് വാഗ്ദാനം നിറവേറേണ്ടതിന് അവിടുത്തെ അനുസരിക്കുക. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ യാചനകൾ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതകാലത്ത് ഈ സഹോദരൻ ചെയ്തു പോയ സകല പാപങ്ങളും പുറത്ത് നിത്യജീവൻ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതിൽ പൊറുതിയും ഇയാളോട് ക്ഷമിക്കുവാനുള്ള അതിനുള്ള കൃപയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഴവില്ലിൻ ശോഭയും വാരണി തൂകി വിരാജിക്കും വർണ്ണ മനോഹര ഈശോയെ വൻകൃപയുവരിൽ ചൊരിയണമേ. ആഴിയും ഊഴിയും അതിനുള്ളിൽ സർവചരാചര നിരകളെയും മർത്യനു നൽകിയ സകലേശ വാഴ്ത്തി പാടി നമിക്കുന്നു. സർപ്പമൊരുക്കിയ കെണിയിലവൻ വീണു കുഴഞ്ഞു വരഞ്ഞപ്പോൾ കനിവിൻ ദൈവം കൈനീട്ടി അലിമുടു നരനെ രക്ഷിച്ചു. ആദം ചെയ്തൊരു പാപത്തിൽ പങ്കിലമായി മർത്യഗണം അവരുടെ ചെയ്തികൾ തിന്മ നിറഞ്ഞുലകിൽ മാരക വിഷമായി. മരുവാ ഭൂമിയിൽ ഉയർത്തിയതാ പിച്ചള സർപ്പം ദർശിക്കൽ മൃത്യുവരിക്കിൽ ഒരു നാളും രക്ഷയ്ക്കൗഷധമാക്കി നിർമ്മൻ. മദ്യൻ ചെയ്തികൾ ചെയ്തിടാൻ കൽപ്പന നൽകിയ എച്ചല്ലോ സകലവും അങ്ങേ തിരുമുമ്പിൽ തെറ്റുവരാതിവ ചെയ്യണം. പാപത്തിൻ കള പല വഴിയും വന്നു പതിച്ചു ഹൃദയത്തിൽ പാപവിമോചനീശ പാപമകറ്റി നയിക്കണമേ. വലതുവശത്തായി ക്രൂശിതനാം കള്ളനു കരുണ ലഭിച്ചല്ലോ. പശ്ചാത്താപം കൊള്ളുകയാൽ പറുദീസായിൽ ചേർത്തല്ലോ. പാദം കഴുകിയ പാപിയാൽ പാദം പുൽകിയ നിമിഷമതിൽ പാപവിമോചനമരുളി ശാന്തി അവൾക്കു പകർന്നല്ലോ. വലതുകരം കൊണ്ടവരനു നാം ചെറിയൊരു സത്കൃപ ചെയ്താൽ വലിയവനാം കൃപനഖിലേശൻ വലനിര ചൊല്ലിയും നിശ്ചയമായി. ജയിലറ തന്നിൽ കഴിയുമൊരാ മർത്യനെ അറിവോട് ദർശിച്ചാൽ നിത്യവിരാജിതനഖിലേശൻ നിത്യാനന്ദം നൽകിയിടും. ഭക്ഷിക്കാനായി വകയില്ല ൂഴിൽ മാനവനലയുമ്പോൾ അന്നം നൽകും മർത്യനുതാൻ ദൈവികമന്നയുമേകിടും. മറയ്ക്കാനില്ലാതെ അലയും മാനവനാലംബം നൽകും മർത്യനു നിഖിലേശൻ കനിവാൽ മരുളും നാഗസുഖം. ദാഹിക്കുന്നവരലിവോടെ മുതമൊടുതാഭജനം പകരും
നൽകും ജീവജലം സ്വർഗവും അവനു ലഭിച്ചിടും. നീതിക്കായി ദൈവസുതൻ അമ്പലമധ്യേ അണയുമ്പോൾ അലിയോടു നിലവിളി കേൾക്കണമേ, കൃപയൊരു സവിതേ ചേർക്കണമേ. അത്യുന്നതനാം അഖിലേശ രക്ഷകനീശോ സകലേശ പാവനമുഖമോടെ സ്തുതിയോ സ്തോത്രമെന്നേക്കും. മരിച്ചവരുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാവങ്ങൾ നീ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ അന്നാക്കളെയും അങ്ങേ വിദ്യാസങ്ങൾ അഞ്ചന്മാർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ ശാരീരിക സൃഷ്ടിക്കുകയും അനന്തമായ കാരുണ്യത്താൽ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ
അതിനാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരനെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ സഹോദരനെ കടങ്ങളും പാപങ്ങളിൽ നിന്നും അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ നിന്ന് അഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു. പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മധ്യകുലത്തിൽ പാപങ്ങൾ കൃത്യമളന്നു വിധിച്ചിടുകിൽ പരിപാവനമാം പറുദീസ നേടാനർഹതയാർക്കുണ്ടാം. നിർദ്ദയമിവനെ തള്ളരുതേ, നരകത്തീയടയ്ക്കരുതേ. നിത്യാനന്ദം നുകരാനായി വാതിലവന്നു തുറക്കണമേ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവേ അങ്ങ് ഓർക്കരുതേ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങ് അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവേ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പാപികളോടുകൂടെ എന്റെ ജീവനെ തള്ളിയിടരുതേ. രക്തദാഹികളോടുകൂടെ എന്റെ പ്രാണനെയും. കർത്താവേ, ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവ്വമഹത്വങ്ങൾക്കും അർഹനായ ദൈവമേ, ഭൂമിയിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ സഹോദരനെ സ്വർഗീയ മഹത്വത്തിൽ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പാതയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കുകയും അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കേണ്ടവർക്കുകയും ചെയ്യണമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 17-27 വാക്യങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായിരുന്നു യേശുവോട് എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാന്യ ജെറുസലേമിനടുത്ത് ഏകദേശം 15 കിലോമീറ്ററായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരത്തിനെ പറ്റി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ധാനവും ജീവനും ഞാനാവുന്നു എന്നരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ ജീവനിൽ പങ്കാളിയാവുകയും ഉദ്ധാനത്തിലൂടെ പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്ത ഈ സഹോദരൻ നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ പരിപാലനയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ ഇയാളെ മഹത്വത്തിന്റെ കിരീടമണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് വേണ്ടി ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ആളിൽ വിളങ്ങിയിരിക്കുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും സഭയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യം ജീവനുമായ യേശുവേ, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കുവാനും ഈ ജീവിതം ഫലപ്രദമായി നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയുന്നവരുടെ ആശ്വാസമായി കർത്താവേ, ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായിരുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആശ്വസിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുന്ന വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യാനന്ദത്തിന് അർഹനാക്കണമേ. സത്പ്രവർത്തികൾ വ്യാപൃതരായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാനിധിയാം കർത്താവേ, ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. കരുണാനിധിയാം കർത്താവേ, ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. മാനവരെല്ലാം അന്തിമനാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നു വരുമ്പോൾ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, ദാസനു നൽകണ ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. വിജയം നേടിയ കനയർക്കെല്ലാം ജയമൊഴി നൽകാൻ അമ്പലവീതി നീ അണയുമ്പോൾ കനിയണമെന്നിൽ. കരുണാനിധിയാം കർത്താവേ, ദാസനു നൽകണം ഉന്നത മോഹന പറുദീസായിൽ വിജയകിരീടം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ഈ ഭവനത്തിൽ നിന്ന് യാത്ര പറയുകയാണ്. ഈ ഭവനത്തിലായിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഭൂമിയിലായിരുന്നപ്പോൾ താൻ തന്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട നന്മകൾ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ തീർത്തുകൊണ്ട് നമ്മൾ ചേട്ടനെ യാത്ര പറയുകയാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വിദേശകാര്യങ്ങൾ പകലും എല്ലാവരും ഞങ്ങളെല്ലാവരുടെ പേരിൽ പ്രത്യേകിച്ച് വികാരിച്ചിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഭൂമിയിലെ യാത്ര താൽക്കാലികമാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുകയാണ്. എന്നാൽ ഒരു കാര്യമൊന്നും നമ്മൾ മറന്നു പോകരുത്. ഈ താൽക്കാലിക യാത്ര എത്ര നന്മ നിറഞ്ഞാണോ അതനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര ശുഭമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ വരുത്തുണ്ടെങ്കിൽ അത് ദൈവം ക്ഷമിക്കട്ടെ. പ്രാർത്ഥനയോടെ കുർബാനത്തിലൂടെ പാപം കൃത്യമാക്കി ദൈവം ചേട്ടനെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കർമ്മത്തിൽ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചേട്ടനെ യാത്ര പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചേരണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭാവികൾക്ക് നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പടിനീർന്ന് ആശീർവദിക്കണമേ. ഈ ജനത്താൽ തന്നെ
ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാമുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സുതന്ത്രങ്ങളുടെയും പരമസങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലും ഞങ്ങളുടെ പാപമോചനത്തിനായി ചന്ദ്രത്തിനെല്ലാം ആശ്വസിക്കണമേ. രാവിലെ മുതലേ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ അത്യുത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെ ഭൂമിയിലെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന് നാഥനും പിതാമുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മയിലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മനുഷ്യരർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സന്താനങ്ങളുടെ ഉദ്ധാന വഴി നവീകരിക്കുന്നതുമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന് നാഥനുമാകുന്നു. പിതാമുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പ്രഭനാം കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വരെയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനവരമിന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയൊഴിഞ്ഞ് നിർത്തണമേ. നല്ലവരത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. വിശുദ്ധായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്റെ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയെന്നില്ല, മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു.
അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉടമായ പിതാവ് തന്റെ പുത്രന്റെ ജീവന്റെ ഉടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്യുന്നവർ ജീവനുയർപ്പനായും തിന്മ ചെയ്യുന്നവർ വിധിയുടെ ഉയർപ്പനായും ഒത്തുവരും. ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ രക്ഷിതാവേ, എന്റെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും അവരെ നിന്ന് ജീവിതങ്ങളെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പാവങ്ങളുടെയും മോചനത്തിലും ശരീരത്തിലും ഉയർന്നതിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ യാതിക്കുന്നവരുടെ പാപങ്ങൾ വായിച്ചുകൊള്ളുകയും ചെയ്യുമാറാവട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെ മരണത്തിന് നാഥപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തു നീരുന്നു. തിരമാലകളാൽ തിങ്ങിമരൻ ഇളകും കടൽ പോലെ. കൂടെ പോലും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലറ്റുന്നു. കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായസ്ഥനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിന്റെ പ്രവേശിക്കുമാറാകട്ടെ. ഓർമ്മയ്ക്ക് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം ഈ വരുന്ന 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് 6:30 മണിക്ക് കുർബാനയ്ക്കാണ്. എന്താണ് മുഴുവനായിട്ട് കണ്ടിരിക്കുക. ഇത് ഈ കുടുംബത്തിന്റെ അറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കുക. ഇന്ന് രാവിലെ ആയിരിക്കും നമ്മൾ പ്രത്യേകം കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. എന്റെ സഹോദരൻ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ
പരമാനന്ദം പോകുന്നു ഞാൻ. എല്ലാവരും ഈ കാലത്തില് പ്രശ്നമായതുകൊണ്ട് തന്നെ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് എല്ലാവരും ഇറങ്ങി തിരികെ പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. സഭയെല്ലാം കടന്നു പോകും. അന്തിമയാത്ര ഇതിനേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കാൻ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദേവിക ഭവനം പോകുന്നേരം സ്നേഹാർദ്ദതയാൽ പ്രിയജനമേ അനുദിനമറിവോടോർക്കണമെന്നേ. ഭൂമിയിലൊരുക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ുന്നതമോ സ്നേഹം പ്രാപിപ്പതിനാൽ നീ നിൽക്കുന്നു പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടകുടിവാഴും നശിക്കും. ലോകവും ഭീതി ഉണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമുതിയവനെ തോഴ്ത്തുവിൻ ദൂതർ വിളിയും കാഹളനാദം വിധിയാളുയരും മോഹനഗാനം അതു കേട്ടുണരും എല്ലാരും തൃത്വത്തിനായി കീർത്തനമോതും. സ്വതമുറിയിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധ കനകാലത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ എഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായ രൂപാന്തരവും പ്രാപിച്ചിടും. ഇതിലരണ ഞങ്ങളെ ഗമിക്കട്ടെ. പരിശുദ്ധന്മാരേൽപ്പിനോ അമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിത്യലുമേക അവശിക്കപ്പെടും. മിശിഹാനാഥ
പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ലുബ്ധിതരായി ഇരുള് നിറഞ്ഞോരവയിലെങ്ങും തിരുമുദ്ധാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും ദിനിയുടെ പൊതുവായിലെല്ലാം ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായും ധനിഷം അവർ ചെറുകു വിളിച്ചു പറഞ്ഞു ദൈവിക ദൂതൻ വരയിലിറങ്ങി കന്യാമികതൻ സൗരമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരു സന്ദേശം നീയവർക്കുവാനും കൊടുത്തു പൈതാകത്താൽ കളയും ധരതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണം അഭയം ഞങ്ങൾ കുലരിൽ. കുറച്ചുകൂടെ അടുത്തേക്ക് ഓക്കെ മാറിക്കും. ലൈറ്റും എടുത്തോളോ? കുറച്ചുകൂടെ അടുത്തേക്ക് മാറില്ലേ? കുറച്ച് അടുത്ത് ആരൊക്കെ നിൽക്കണം? എല്ലാവരും കയറി അടുത്തേക്ക്. ഓക്കെ എല്ലാവരും നേരെ നോക്കുന്നു. അപ്പം ചാച്ച നിന്ന് കൊടുത്തിട്ട് മാറി. കൊച്ചു കൊടുത്ത് എടുത്തേക്ക്. ഒന്നുകൂടെ കൊടുത്ത് മമ്മി ഒന്നുകൂടെ കൊടുത്തേ. വട്ടം വരില്ല. ആ വായിക്കാം.
എത്രയാ ആ എവിടെയാണെന്നറിയാവോ? ഇല്ലല്ലോ. ഇട്ടോടാ. ഇട്ടോ കാർത്തി? ആ അറിയില്ല, ഒന്ന് ചോദിച്ചു. അവനല്ലേ ചെയ്യാറുള്ളത്. അവനോടൊന്ന് പറഞ്ഞാൽ അവനെല്ലാം അങ്ങോട്ട് കറിക്കോട്ടെ. കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണവും
കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള സമാധാനം സഹോദരനിലേക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കാലത്തെ ദൈവത്തെ പ്രസാദിപ്പിച്ച യാതൊരുമായിട്ട് സമുദ്രിക്കുമാറാകട്ടെ. നിങ്ങളുടെ പുസ്തകത്തിൽ ദൈവയാളുടെ പേരിൽ ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാം നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവത്തിന്റെ ഭവനത്തിൽ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. പശുപാടിന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റുകാശവന്റെ ആത്മാവിനെ പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുമായ ദൈവജനങ്ങളെല്ലാവരും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ കാണുന്നതെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും അതിനുശേഷം ഉയർത്തി ചർച്ചയാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതത്തിൽ ഓർത്തോർത്തിനിയും നൈരാശ്യങ്ങളുടെ വിലപിക്കരുതേ. മരണത്താലേ ജയമണിഞ്ഞോന്നതനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ എത്ര മനോഹരമാകും. വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വഭാവത നീ എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാണ്. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാണ്. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതുമുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ദൈവത്തിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിക്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകടിപ്പിക്കും മഹിമയുടെ അന്തിമനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവർക്ക് ഫലം ഭാഗി. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉത്ഥാനം നീയേകും. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പരിശുദ്ധൻ
പൂർത്തിയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര ഈശ്വരയെ ഉയർപ്പിക്കുന്നവരും അവർക്ക് ആശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാകാനവരാജ്യം നേടും അനുജനഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും അനുജനഭാഗ്യം. ദൈവമേന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമേ ഉയർത്തിച്ച കർത്താവ്, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. അവർക്ക് കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. മരണമടഞ്ഞവരെ ഭക്തിയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും. മൃതസംസ്കാര ശുശ്രൂഷകൾ പൂർണ്ണമാവുകയാണ്. സഹോദരൻ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിനുള്ള സമയമാണ്. കുർബാന ഉപയോഗിച്ച് അന്തിമ ഉപചാരം അർപ്പിക്കാം. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അന്തിമ ഉപചാരം അർപ്പിക്കാം.
ആഗ്രഹിക്കുന്നത്.
ലാസ്റ്റ്